എല്ലാവർക്കും നമസ്കാരം. കാറ്ററ്റ് കാറ്റഗറി 2 ആൻഡ് 3 സോഷ്യൽ സയൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. SCERT പഴയതും പുതിയതുമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏത്? ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. രൂപപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഭൂവിഭാഗമായി കരുതപ്പെടുന്നത് ഉത്തര മഹാസമതലവും ഏറ്റവും പഴയത് ഉപദ്വീപീയ പീഠഭൂമിയുമാണ്. താഴെ പറയുന്ന പ്രദേശങ്ങളിൽ എവിടെയാണ് ഇന്ത്യയിൽ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്? ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ചുള്ള മറ്റു രണ്ട് പ്രധാനപ്പെട്ട ഫാക്ട്സാണ്: ഇന്ത്യയിൽ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയും ഡെക്കാൻ പീഠഭൂമിയാണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടാത്ത പർവ്വതനിര ഏത്? ഉത്തരം സിവാലിക്. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, സിന്ധുജല കരാർ ഒപ്പുവെച്ച വർഷം? ഉത്തരം 1960. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് സിന്ധു നദി. ഇത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികളാണ് ഝലം, ചിനാബ്, രവി, ബിയസ്, സത്ലജ്. അഞ്ചാമത്തെ ചോദ്യം, നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഉത്തരം NH-44. NH-44 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഇത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്നു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH-66. ആറാമത്തെ ചോദ്യം, കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ കരേവ മണ്ണ് കാണപ്പെടുന്നത് എവിടെ? ഉത്തരം കാശ്മീർ താഴ്വര. അടുത്ത ചോദ്യം, മെഹ്റോളി ഇരുമ്പ് സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് മെഹ്റോളി ഇരുമ്പ് സ്തംഭം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സമുദ്രാന്തർ പർവ്വതനിരകൾ ഏത് സീമകളിൽ കാണപ്പെടുന്ന സവിശേഷതയാണ്? ഉത്തരം വിയോജക സീമ. അടുത്ത ചോദ്യം, രാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപകനാര്? ഉത്തരം വിവേകാനന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം? ഉത്തരം കണ്ടൽക്കാടുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ചോദ്യം, ടോപ്പോഗ്രാഫിക് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത് ആര്? ഉത്തരം സർവേ ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഏതു കാറ്റുകളുടെ തുടർച്ചയാണ്? ഉത്തരം തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങൾ. തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങളുടെ തുടർച്ചയായിട്ടാണ് കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാറ്റുകൾ വീശുന്നത്. അടുത്ത ചോദ്യം, തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് ചുവടെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ചോളന്മാർ. 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയതാര്? ഉത്തരം നാനാ സാഹിബ്. വളരെ പ്രധാനപ്പെട്ട 15 SCERT ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി.